ഹലോ. ആ എന്താ എലിസബത്ത് അപ്പച്ചാ? അല്ലയോ? എലിസബത്ത് ആന്നാ അല്ലയോ? എന്താ അപ്പച്ചാ? ആ മോളെ, പിന്നെ അമ്മച്ചി എന്ത് ചെയ്യേ? അമ്മച്ചി ടി വി കാണുന്നു. മോളെ അടുക്കളയിലാണോ? ഞാൻ അടുക്കളയിലാ. ആ പിന്നെ അപ്പച്ചൻ വിളിച്ചതേ, അപ്പച്ചൻ ഒരു ശകലം താമസിച്ച് രാത്രി വരും. അത് എന്താ അപ്പച്ചൻ പറ്റി? അപ്പച്ചൻ അമ്മച്ചിയെ വിളിച്ച് പറഞ്ഞോളാം ആ കേട്ടോ. എന്താ കാര്യം? എന്താ ഒരു കാര്യം, ഒരു ചെറിയൊരു കാര്യം. എന്താ പറ. എന്തുവാ? ചെറിയൊരു പ്രശ്നം എന്തെങ്കിലും അത്ര. പ്രശ്നമുണ്ടോ അവിടെ? ഇവിടെ അല്ലടി, ഒരു ചെറിയ പ്രശ്നം. അപ്പച്ചനെ ആ അപ്പച്ചൻ വരുമ്പം നിന്നെ ഒരു 11 മണിക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പം മോക്കൊരു മിസ്ഡ് കോള് തരാം. മനസ്സിലായോ? അപ്പൊ മനസ്സിലായേ. ഞാൻ പേടിച്ചു പോയല്ലോ. പേടിക്കുന്ന എന്തിനാ? അപ്പച്ചനെങ്ങാനും ഇവിടെങ്ങാനും ആരെങ്കിലും ആയിട്ട് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നം എന്തെങ്കിലും ആയോ? അപ്പച്ചന്റെ അടുത്ത് ആരടി ഏതവനാ മുട്ടാൻ വരുന്നേ? അതൊന്നും അല്ല. ഇതിപ്പോ കുറച്ച് നാളായില്ലേ മോളെ. അതാണോ ഞാൻ വിചാരിച്ചത്. ഒച്ചവെള്ളം പറഞ്ഞാ നിനക്ക് ആഗ്രഹമില്ലെന്ന് തോന്നുന്നല്ലോ. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെന്താണെന്നേ. അറിയുന്നില്ലല്ലോ. നിന്നെ ഞാൻ പേടിക്കാൻ വേണ്ടിയാ, ചെറുതായിട്ടൊന്ന് പേടിക്കട്ടെന്ന് വെച്ചാ. അപ്പൊ രാത്രിയില് ഒരു 11 മണിയാകുമ്പം അപ്പച്ചൻ ഇവിടുന്ന് ഇറങ്ങും. ഇറങ്ങുമ്പം നിനക്ക് ഞാനൊരു മിസ്ഡ് കോള് തരും. കേക്കുന്നുണ്ടോ? നോക്കിയോണേ, അവള് ടി വി കാണുന്നിടത്ത് എങ്ങാനും എണീറ്റ് വരുന്നു നോക്കണം. അവള് കേക്കല്ലേ? പിന്നെ എന്നിട്ട് നീ അടുക്കളയുടെ കതവ് തുറന്ന് ഒന്ന് ചാരിയിട്ടിരുന്നാ മതി കേട്ടോ. വരുമ്പോ ഒന്ന് വിളിക്കണം. ഇപ്പോഴേക്കും ഞാൻ തുറന്നിടത്തില്ല. അതാടി 11 മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ മോളെ ഒരു മിസ്ഡ് കോള് തരും. പിന്നെ വീടിനപ്പുറത്ത് വന്നിട്ട് മിസ്ഡ് കോള് തന്നാ മതി. അല്ലെ ഇപ്പഴേ ഞാൻ തുറന്നു വേണോ? വേണ്ടടി, അന്നേരം മതി. ഇപ്പഴേ നീ അന്നേരം നീ തുറന്നിട്ടാ മതി. ഇപ്പഴേ ബാക്കി ഭാഗം എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചു. മനസ്സിലായോ? അതൊന്നും അല്ല മോളെ, ഒത്തിരി നാളായല്ലോടി. അപ്പച്ചന് വലിയ ആഗ്രഹങ്ങള്. പിന്നെ നിന്റെ അമ്മച്ചി വല്ലതിനും കൊള്ളാവോ? നിന്റെ അമ്മായിയമ്മ വല്ലതിനും കൊള്ളാവോടി? അറിയണേ കേട്ടോ. നിന്റെ അമ്മച്ചി അടുത്ത് പറഞ്ഞല്ലേ? നീ നിന്റെ അമ്മായിയമ്മ എടുത്ത് പറയാതിരുന്നാ മതി. പിന്നെ അമ്മച്ചി അവളെ കൊള്ളാം. അവള് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 40 വയസ്സല്ല 45 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണമെന്നാ. പഴയ ആൾക്കാരല്ലേ. പിന്നെന്താ? അപ്പച്ചന് ഇപ്പൊ എത്ര വയസ്സായി? അപ്പച്ചന് ഇപ്പൊ 10-60 വയസ്സാകുന്നു. അതെന്താ നീ മനസ്സിലാക്കാത്തെ? പക്ഷെ അപ്പച്ചന് ഇപ്പൊ 60 വയസ്സായെങ്കിലും അപ്പച്ചന്റെ പ്രവർത്തികളും കാര്യങ്ങളും 30-കാരന്റെ ഇല്ലയോ? നിനക്കത് തോന്നിയിട്ടില്ലേ? എനിക്കറിയാം കേട്ടോ. അപ്പച്ചൻ ജീവിതം നമ്മൾ നിൽക്കുക. അതാ പറഞ്ഞത്. അപ്പച്ചൻ അതിന്റെ ആരോഗ്യം ഇപ്പോഴും ഇല്ലയോടി മോളെ. പിന്നെ അപ്പച്ചൻ അത് കളഞ്ഞു കുളിക്കാൻ പറ്റുമോ? മാത്രമല്ല എന്റെ മോക്കൊന്നും ഇതൊക്കെ ആവശ്യമില്ലയോ? അവൻ നിന്നെ വിട്ടേച്ച് പണം ഉണ്ടാക്കാൻ പോയിക്കില്ലേ? അവൻ എന്തത്തിന്റെ കുറവാ അല്ലേ? അവന് ഇവിടെ ഈ കട തന്നെ നോക്കി നടത്തിയാൽ മതിയല്ലേ? ഈ വസ്തുക്കളെല്ലാം കിടക്കും. ഇതെല്ലാവരും നിനക്കൊക്കെ ഉള്ളതല്ലേ? അപ്പച്ചൻ വിചാരിക്കുന്ന പോലെ വിചാരിക്കുന്നത് എന്താ വേണം? പിന്നെന്തോ ചെയ്യാനാ? അല്ല, അവനവിടെ കിടന്ന് പണം ഉണ്ടാക്കട്ടെ. അല്ല, അത് നല്ലല്ലേ? അവനിവിടെ കിടന്ന് പണം ഉണ്ടാക്കട്ടെ. എന്റെ മോടെ കാര്യം ഞാൻ നോക്കിയാ പോരായോ? സ്നേഹം. അതാ പറഞ്ഞത്. അപ്പൊ അവൻ പണം ഉണ്ടാക്കും. എന്റെ മോടെ സുഖ സൗകര്യങ്ങളും അപ്പച്ചൻ നോക്കും. പിന്നെന്തോ വേണം? നിനക്ക് ഞാൻ വല്ലതും മേടിച്ചോണ്ട് വരണോ? പിള്ളേരങ്ങ് ഉറങ്ങുമായിരിക്കുമല്ലോ അപ്പോഴത്തേക്ക്. പിന്നെ ഉച്ചക്ക് ഞാൻ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ച്. ഊണാ കഴിച്ചേ. അവിടെ മീൻ വല്ലതും കിട്ടിയോ? മീൻ കിട്ടിയായിരുന്നു. കിട്ടിയോ? ചെറിയ മീൻ. വേണ്ട. ഞാൻ ഇവിടുന്ന് കഴിച്ചേ വരത്തുള്ളൂ. അമ്മച്ചി അടുത്ത് ഞാൻ പറഞ്ഞേക്കാൻ വിളിച്ച്. അവന്റെ അടുത്ത് ആ പോത്തിന്റെ അടുത്ത് പറയുന്നതും വിളിക്കുന്നതും പറയും. എന്നാലും ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാൻ ഞാൻ.
അമ്മച്ചി സ്ഥിരമായി സീരിയലിനകത്ത് ഇങ്ങനെ മുഴുകിയിരിക്കുക. ആ അവക്ക് അതൊക്കെ മതിയല്ലോ. 7 മണിയാകുമ്പോ പ്രാർത്ഥനയും കഴിഞ്ഞ് പിന്നെ സീരിയലിന്റെ മുമ്പില് ഇങ്ങനെ. ആ അപ്പൊ ആ ഇതാണ് പ്രാർത്ഥിക്കട്ടെ. പിന്നെ ഉറക്കം വരുമ്പോ സമയം വരുമ്പോ അതിന് പോയി കിടക്കും. മോളെ അവക്ക് ഇപ്പൊ ഇനി അങ്ങോട്ട് പ്രാർത്ഥിച്ചേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. ആ അവള് പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് കിടക്കട്ടെ. നിന്നെ ഞാൻ വിളിച്ചെന്ന് പറയേ വേണ്ട കേട്ടോ. ആ അത് ഞാൻ അവളെ പ്രത്യേകം വിളിച്ചു ഞാൻ പറഞ്ഞോളാം. ഇനി നിന്നെ വിളിച്ചു പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ ഇനി അവക്ക് വേറൊരു രീതി സംശയം വേണ്ട. സംശയമൊന്നുമല്ല, വല്ലതും പറയോ മരുമോളോട് സ്നേഹം സ്നേഹമില്ലാന്ന് പറയല്ല, വേറെ സംശയമൊന്നും കേട്ടോ. ആ അങ്ങനെയുള്ള സംശയമൊന്നുമില്ല, അങ്ങനെയുള്ള സംശയമല്ല. മരുമോളെ വിളിച്ചു പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞില്ല. ആ പിന്നെ നിന്റെ തോളെ വേണേ ഞാൻ കേറും. എന്റെ അടുത്ത് വരത്തില്ല, എന്റെ അടുത്ത് വന്നാൽ ഞാൻ വല്ല ചീത്ത വല്ലതും പറയും. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ച് ഞാൻ പിന്നെ പറഞ്ഞോളാം. അപ്പച്ചൻ വരുമ്പോ പിന്നെ മിസ് കോൾ അടിച്ചാ മതി കേട്ടോ. ആ അത് തന്നെ, അവിടെ നിന്ന് ഇറങ്ങുമ്പോ മിസ് കോൾ അടിക്കാം. ഒന്നും വേണ്ടല്ലോ, ഒന്നും മേടിച്ചോണ്ടൊന്നും വരണ്ടല്ലോ. നമുക്കൊന്നും വേണ്ടേ? അല്ല എന്തെങ്കിലുമൊക്കെ ക്ഷീണത്തിന് വേണോ? കഴിച്ചു പോരെ. ആ അതൊക്കെ ഞാൻ സ്ട്രോങ് ആയേ വരത്തുള്ളൂ കേട്ടോ. രംഗത്തിനുള്ള തയ്യാറെടുപ്പോടുകൂടിയായിരിക്കും ഞാൻ വരുന്നത്. ചുരുകിയൊക്കെ മുറുക്കി അംഗത്തിനുള്ള തയ്യാറെടുപ്പോടുകൂടി. ഇല്ലല്ല നമ്മളെ കൊല്ലാൻ പറ്റൂടി. എനിക്ക് നാളെ വേണ്ടയില്ലേ നിന്നെ മാത്രമോ? കേട്ടിട്ടത് എന്തൊക്കെയോ. അതൊക്കെ പിന്നെ പറഞ്ഞല്ലേ ഉള്ളു. എന്റെ മരുമോളെ എനിക്ക് ഇനിയും വേണ്ടയില്ലേ മാത്രമെന്നോ? എന്റെ മോൻ വന്നിച്ച് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും? അപ്പൊ ഒരു കാര്യമുണ്ടടി, പയ്യെ തിന്നാൽ പനയും തിന്നാം. പണ്ടുള്ള നമ്മുടെ പഴമക്കാര് പറഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. ആ വീണ്ടും ഒന്നുകൂടെ ചോദിക്കുക, ഒന്നും മേടിക്കണ്ടല്ലോ. ഒന്നും വേണ്ട. ആ ഒന്നും വേണ്ട, എല്ലാം ഉണ്ട്. അപ്പൊ ഇന്നാ ഓക്കെ, ശരി. ശരി അപ്പച്ചാ, ശരി എന്നാ.